ശാന്തി. പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ കുരുങ്ങേണ്ട ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും വരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം എനിക്ക്? എന്തുകൊണ്ട് ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു? എന്തുകൊണ്ട് ഇവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ ഒരു 100 എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മുന്നിൽ വരാതിരിക്കില്ല. എല്ലാ മനുഷ്യന്മാരുടെയും സ്വാഭാവികമായിരിക്കുന്ന ചിന്താരീതി ഈ രീതിയിലൊക്കെയാണ് വരിക. എന്തേ ഇവരെന്നോട് ഇങ്ങനെ പെരുമാറി? എന്തുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ കാണിച്ചു? എന്തേ എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ പെരുമാറി? എന്തുകൊണ്ട് എൻ്റെ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു? ഈ രീതിയിൽ എന്തുകൊണ്ടിൻ്റെ ഒരു നൂലാമാല. നിങ്ങൾക്കറിയോ, എന്തുകൊണ്ട് എന്നതായിട്ടുള്ള ചിഹ്നം വളഞ്ഞുകൊണ്ടുള്ളതാണ്. പക്ഷെ ആ ചിഹ്നത്തെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ബിന്ദു ഇടാതെ ഒരിക്കലും നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റാറില്ല. ബിന്ദു, പൂർണ്ണ വിരാമം അഥവാ ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ വളഞ്ഞ വഴികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള ഒരേ ഒരു മാർഗം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക അഥവാ ഒരു പൂർണ്ണ വിരാമം ഇടുക, ഒരു ബിന്ദു ചിഹ്നം ഇടുക എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിച്ചിട്ട് യാതൊരു രക്ഷയുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നതായിരിക്കുന്ന വളഞ്ഞ വഴിയിലൂടെ ചിന്തിക്കും തോറും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആ പ്രശ്നം ഉടലെടുത്ത് വരികയും അത് വീണ്ടും വീണ്ടും ജീവനെടുത്ത് വളർന്ന് അവസാനം പ്രോബ്ലം നിങ്ങളെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് എന്തുകൊണ്ട് വേണമെങ്കിലും വന്നോട്ടെ, വന്നു എന്നുള്ളത് സത്യമാണല്ലോ, ഇപ്പോൾ അതാണ് എന്നുള്ള കാര്യം സത്യമാണല്ലോ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇനി എങ്ങനെ ഞാനിൽ നിന്ന് പുറത്തു കടക്കും എന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് മാറിയാൽ എല്ലാ പ്രോബ്ലവും നമുക്ക് ഒരു കളിയായിട്ട് തോന്നും. അഥവാ പലപ്പോഴും പരീക്ഷ വരുന്നത് പാസ്സായി കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തരാനാണ്, ഒരു ഗ്രേഡ് തരാനാണ്, അതൊരു ഡിഗ്രി തരാനാണ്. ജീവിതത്തിലും അത് വലിയ പരീക്ഷകൾ പാസ്സാവുന്നവരൊക്കെ തന്നെ ജീവിതത്തിൽ ഉയർന്ന ഗ്രേഡുകൾ നേടിയെടുത്തവരാണ്, വലിയ നിലകളിൽ എത്തിച്ചേർന്നവരാണ്. അതുകൊണ്ട് ജീവിതത്തെ ഹൈറ്റ്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ എന്നതായിരിക്കുന്ന മന്ത്രത്തെ സ്വന്തമാക്കുക. ഇങ്ങനെ പ്രോബ്ലം ആണോ, അതിനെന്താ ഇങ്ങനെ ചെയ്യാലോ, അതിനാണോ? കാരണം ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രോബ്ലത്തിൽ കുരുങ്ങിക്കിടക്കും. എങ്ങനെയെന്ന് ചിന്തിച്ചാൽ നിങ്ങളതിൻ്റെ ഉത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യത്തെ മാറ്റുക, എന്തുകൊണ്ടെന്ന ചോദ്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക, ഇങ്ങനെ എന്നുത്തരം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക, സൊല്യൂഷൻ സീക്ക് ചെയ്യുക. എങ്കിൽ മറികടക്കാത്ത ഒരു സാഹചര്യങ്ങളുമില്ല. ഈ മഴക്കാലത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, കട്ടിയായ കാർമേഘം വരുന്നുണ്ടെങ്കിൽ തകർത്ത് മഴ പെയ്യും. ഈ കർക്കിടകം വരാൻ പോകുകയാണ്. കർക്കിടകത്തിൽ തകർത്ത് മഴ പെയ്തെങ്കിൽ മാത്രം തന്നെ മരത്തിൻ്റെ പൊത്തുകളിൽ പോലും ചൂടുകൊണ്ട് പിളർന്ന് ഒളിഞ്ഞിരിക്കുന്ന വിത്തുകൾക്ക് ഒഴുകി താഴെ ചളിയിൽ പുതയ്ക്കാൻ സാധിക്കൂ. ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന വിത്തുകളാണ് കുതിർന്ന് മുളയ്ക്കാൻ പാകത്തിനാകുന്നത്. ആ മഴക്കാലം കർക്കിടക മാസത്ത് അങ്ങനെ ഒരു തകർത്ത് കാർമേഘം വന്ന് ഈ മഴ ഒഴുകിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ വിത്തുകളെ ഒന്നും മുളപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് കർക്കിടകത്തിലെ കറുത്ത കാർമേഘം കണ്ടു പേടിക്കേണ്ട. ജീവിതത്തിൽ സാഹചര്യങ്ങളാകുന്ന കർക്കിടക മാസങ്ങൾ വരുമ്പോൾ അതിലെ കറുത്ത അധ്യായങ്ങളെ കണ്ട് ഭയപ്പെടരുത്. അതിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തിലെ വിത്ത് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ വിത്തുകൾ ഒരുപക്ഷെ ചളിയിൽ പൊതഞ്ഞു കിടക്കണം, എന്നാലേ വിത്ത് മുളയ്ക്കാൻ പാകാവുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ചളിയിൽ പൊതഞ്ഞു കിടക്കുമ്പോൾ എല്ലാവരുടെയും പഴികളാകുന്ന ചളിയിൽ പൊതഞ്ഞു കിടക്കുമ്പോൾ ഞാൻ എല്ലാവരും ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് ചിന്തിക്കാതെ ഈ ചളിയിൽ പൊതഞ്ഞു കിടക്കുന്ന ഞാൻ ശക്തമായി മുളയ്ക്കും എന്ന് നമ്മൾ ചിന്തിച്ചേ തീരൂ. ആ ശക്തമായി മുളയ്ക്കുന്ന വിത്തിന് വേണ്ട ചാറ്റൽ മഴയുമായിട്ട് ചിങ്ങമാസം വരാതിരിക്കില്ല. അതുകൊണ്ട് ചിങ്ങം വന്നാൽ ആ ചാറ്റൽ മഴയിലെ വിത്ത് വളർന്ന് തുലാവർഷത്തിലെ ഇടിയും കാറ്റും ഉള്ളതായിരിക്കുന്ന വൈകുന്നേര മഴയും പകലെ കടുത്ത ചൂടും ഒരു മരത്തിനെ വളരാൻ സഹായിക്കും, ഒരു ചെടീനെ വളരാൻ സഹായിക്കും. ആ തുലാമാസത്തിന് ശേഷമാണ് പിന്നെ തണുത്ത വൃശ്ചിക മാസം നമ്മളെല്ലാവരെയും പുതപ്പിച്ചുകൊണ്ട് തണുത്ത നനവോട് കൂടിയിട്ടുള്ള പ്രഭാതങ്ങൾ ഉണർത്തുന്നത്. അതിനുശേഷമാണ് വസന്തം വരിക. അതുകൊണ്ട് ജീവിതത്തിൽ കട്ടിക്കാർമേഘമുള്ളതായിരിക്കുന്ന ഒരു വർഷക്കാലം ഉണ്ടെങ്കിൽ നിറച്ച് പൂത്തു നിൽക്കുന്നതായിരിക്കുന്ന ഒരു മേടമാസവും വരും.
അതുകൊണ്ട് ഈ കർക്കിടകം വരുമ്പോൾ മേടത്തെ കാണുന്നവർക്ക് കർക്കിടകം ഒരിക്കലും കഷ്ടമായിട്ട് തോന്നില്ല. അതുകൊണ്ട് ജീവിതത്തിലെ സാഹചര്യങ്ങളാകുന്ന പ്രശ്നങ്ങളാകുന്ന കാർമേഘങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എന്തായിരിക്കുന്നു ചോദ്യചിഹ്നം ഇടാതെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് പ്ലാൻ ചെയ്യൂ. എന്നാൽ ആർക്കും നിങ്ങളെ തടയാനാവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വസന്തത്തിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. നിരന്തരമായ പരിശ്രമവും സന്തോഷവും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. തീർച്ചയായിട്ടും എവിടെ മനുഷ്യൻ്റെ ധൈര്യമുണ്ടോ, ഹിന്ദിയിൽ ഒരു ചൊല്ല് ഞാൻ ഓർത്തു പോവും, ഹിമ്മത്തെ ബച്ചേ മദദേ ഖുദാ എന്ന് പറയും. ധൈര്യമുള്ള മനുഷ്യനെ ഭഗവാൻ സഹായിക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശക്തമായിരിക്കുന്ന സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഭഗവാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ വസന്തത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. വസന്തത്തെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തെ കാണരുത്, അതിൻ്റെ സൊല്യൂഷന് വേണ്ടി ചിന്തിക്കണം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.